എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2-3 വീഡിയോകളിൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ഒരു ശക്തിയെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു അല്ലേ. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വെള്ളം കുടിക്കണമെന്നും വെള്ളം തളിക്കണമെന്നും അതൊക്കെ എന്തിൻ്റെ പ്രതീകമായിരുന്നു എന്നുള്ളതൊക്കെ അത് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിയിൽ 2-3 കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെഴുതിയേക്കുന്നത് എങ്ങനെയാണ് പറയുന്നത്? വചനവിരുദ്ധമാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തം അങ്ങനെ മുദ്രയിടാൻ പറ്റുമോ, യേശുക്രിസ്തുവിൻ്റെ രക്തം അങ്ങനെ തളിക്കാൻ പറ്റുമോ, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് വെള്ളം കുടിക്കാൻ പറ്റുമോ, അതൊന്നും വചനവിരുദ്ധമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ വിശ്വസിച്ച് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടല്ലേ, അപ്പോൾ അവരോട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് എൻ്റെ ഇഷ്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പോകുന്നതിൽ അർത്ഥമില്ല. കാരണം നിങ്ങളുടെ സമയം മുടക്കി ദൈവം എന്തെങ്കിലും ഞങ്ങളോട് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ആത്മീയ വർധനവിനുള്ളത് എന്തെങ്കിലും ദൈവം തരട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളൊക്കെ വീഡിയോ കാണുന്നത്. അപ്പോൾ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ടല്ലേ, ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് തന്നെ, അതായത് തിരുവചനത്തിൻ്റെ റെഫറൻസുകൾ തന്നിട്ട് തന്നെ സംസാരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ തിരുരക്തത്തിൻ്റെ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം, ആ തിരുരക്തത്തിൻ്റെ സംരക്ഷണം എന്താണ്, തിരുരക്തത്തിൻ്റെ പവർ എന്താണ് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ ഒന്നും സംസാരിക്കുവാനായിട്ടാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾക്ക് ആദ്യം തന്നെ എങ്ങോട്ട് വരാം? പുറപ്പാട് പുസ്തകത്തിനകത്തോട്ട് വരാം. ഈ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കവിടെ ഒരു കാര്യം കാണുവാനായിട്ട് കഴിയും. എന്താ അവിടെ കാണുന്നത്? അവരോട് പറഞ്ഞു, ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ മിസ്രയീമെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പെസഹ ആചരിക്കണമെന്ന് പറഞ്ഞു അല്ലേ. തിടുക്കപ്പെട്ട അപ്പം ഭക്ഷിക്കണമെന്നൊക്കെ അവരോട് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ തലേ ദിവസം, ഇവർ യാത്ര പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസം എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത് അവിടെ ഒരു കടിഞ്ഞൂൽ സംഹാരം നടക്കാനായിട്ട് പോവുക. ആരുടെ കടിഞ്ഞൂൽ സംഹാരം നടക്കുന്നത്? മിസ്രൈമ്യരുടെ, അതായത് ഫറവോൻ തൊട്ടും താഴെ വരെയുള്ള ഏത് മിസ്രൈമ്യരുടെ ഭവനത്തിലും ഒരു കടിഞ്ഞൂൽ സംഹാരം അവിടെ നടക്കുവാനായിട്ട് പോവുക. അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. ആരൊഴിഞ്ഞിരിക്കണം? ഇസ്രായേൽ മക്കൾ ഒഴിഞ്ഞിരിക്കണം. അതിനെന്ത് വേണം? നിങ്ങൾക്കൊരു അടയാളം ഉണ്ടാകണം. ഇസ്രായേൽ മക്കളുടെ ഭവനം ഏതാണെന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് എന്തുണ്ടാകണം? ഒരു അടയാളം ഉണ്ടാകണം. അപ്പോൾ ദൂതൻ കടന്നു പോകും, സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ അവിടെ രക്തം കാണുമ്പോൾ രക്തം അവിടെ പുരട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രക്തം എന്തിൻ്റെ എടുത്തിരിക്കുന്നത്? ഒരു ചെമ്മരിയാടിൻ്റെയോ അല്ലെങ്കിൽ ഒരു കോലാട്ടിൻ കുട്ടിയുടെയോ ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു രക്തം, അതിനെ അറുത്ത് അതിൻ്റെ രക്തം നിങ്ങൾ എവിടെ പുരട്ടണം? കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് അത് പുരട്ടുന്നത്? സംഹാരദൂതൻ നിങ്ങളെ തൊടാതെ വണ്ണം കടന്നു പോകണം, അതിനു വേണ്ടിയിട്ടാണ് ആ രക്തം അവിടെ പുരട്ടണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ കുറേ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ദൈവം എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ മാറ്റി നിർത്തി മിസ്രൈമ്യരുടെ കടിഞ്ഞൂൽ സംഹാരം നടത്തിയതെന്ന് അറിയാമോ? നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയും, അയ്യോ എന്തിനാ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു, എന്തിനാ അവരെ അങ്ങനെ ശിക്ഷിച്ചതെന്നൊക്കെ നമ്മൾക്ക് തോന്നും അല്ലേ. പക്ഷേ ഈ ഫറവോന് പല പ്രാവശ്യമായിട്ട് ദൈവം അരുളപ്പാടുകൾ കൊടുത്ത് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ജീവിക്കുന്ന ദൈവമാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് ഫറവോൻ എന്ത് ചെയ്തില്ല? ഫറവോൻ ദൈവത്തെ കൂട്ടാക്കുവാൻ മനസ്സ് വെച്ചില്ല അല്ലേ. മോശ പറയുന്നത് ഫറവോൻ എന്ത് ചെയ്തില്ല? കേൾക്കുവാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ ദൈവം ഒരു അറ്റകൈ പ്രയോഗത്തിന് ഇറങ്ങി. അതിനൊരു മറുപുറവും കൂടി ഉണ്ട്. എന്താണെന്നറിയാമോ? ഇവർ കരയാൻ പോകുന്നത്, അതായത് ഈ കടിഞ്ഞൂൽ സംഹാരം അവിടെ നടക്കുമ്പോൾ ഇവരൊഴുക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, അതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ അവിടെ തന്നെ, ആ മിസ്രൈമ്യരുടെ അവിടെ തന്നെ അവരും ഒരിക്കലൊന്ന് കണ്ണുനീരൊഴുക്കിയിരുന്നു. എന്തിനായിരുന്നു? അവർക്ക് അവിടെ എപ്പോഴും കണ്ണുനീരായിരുന്നു. എങ്കിലും അവർ ഈ കടിഞ്ഞൂൽ സംഹാരം അവരുടെ ഭവനത്തിനകത്ത് നടന്നു. എങ്ങനെയാണ്? നമ്മൾക്കറിയാമല്ലേ. അവരെന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾ അവിടെ വർദ്ധിച്ചു വരികയാണെന്ന് പറഞ്ഞപ്പോൾ ഫറവോൻ എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കളുടെ എല്ലാം ജനിക്കുന്ന ആൺതലമുറകളെയൊക്കെ അങ്ങ് കൊന്നുകളയാനായിട്ട് പറഞ്ഞു അല്ലേ. കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവർ ഒത്തിരി കരഞ്ഞതാണല്ലേ. ആ കണ്ണുനീർ എന്തായിരുന്നു? ദൈവത്തിൻ്റെ തുരുത്തിയിൽ ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നിട്ടാണ് ഇവിടെ ഈ കടിഞ്ഞൂൽ സംഹാരം ഇവിടെ നടത്തിയത്. ആരുടെ? മിസ്രൈമ്യരുടെ കടിഞ്ഞൂൽ സംഹാരം നടത്തിയത്. നമ്മൾക്കറിയാം, ഇസ്രായേൽ മക്കളുടെ ആ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയുന്ന സമയത്ത് മോശയെ ദൈവം ഞാങ്ങണപ്പെട്ടിക്കകത്ത് സൂക്ഷിച്ചതൊക്കെ നമ്മൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇവിടെ ഈ കടിഞ്ഞൂൽ സംഹാരം നടക്കുവാനുണ്ടായ കാരണം എന്തുകൊണ്ടായിരുന്നു? അല്ലാതെ തന്നെ ദൈവത്തിന് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. അവരെ ശിക്ഷിക്കാൻ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം എന്താണ്? ഇതേ കാരണത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനം അവിടെ കരഞ്ഞതാണ്, അവർ നിലവിളിച്ചത് അവിടെ കേട്ടോ. ആ നിലവിളി ഞാൻ കേട്ടു എന്ന് പറഞ്ഞത് ഒരു പ്രാവശ്യമല്ല പറഞ്ഞു, 2 പ്രാവശ്യമാണ് എഴുതി വെച്ചിരിക്കുക. ഞാനത് കേട്ടു. ഇനി പുതിയ നിയമത്തിലോട്ടും പഴയ നിയമത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ കണ്ണുനീര് തുരുത്തിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവമുണ്ടല്ലേ. അപ്പോൾ ദൈവം ആ ഒരു പ്രതികാരം അവിടെ നടത്തി. അതുകൊണ്ടാണ് ആ ഒരു കടിഞ്ഞൂൽ സംഹാരം അവിടെ നടത്തിയതെന്നും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ,
ഇനി നമ്മൾക്ക് അടുത്ത എൻ്റെ ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ ഇവിടെ ആ രക്തം അടയാളമിട്ട് സൂക്ഷിച്ചപ്പോൾ അത് അവർക്ക് എന്തായിരുന്നു? ഒരടയാളമായിരുന്നു. രക്തം പുരട്ടുക അല്ലേ? രക്തം പുരട്ടിയപ്പോൾ അതൊരു അടയാളമായിട്ട് അവർക്ക് മാറി. അപ്പോൾ എന്ത് സംഭവിച്ചു? അവർ ഇസ്രായേൽ മക്കൾ സംഹാരത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ടിടയായി. സംഹാരദൂതൻ ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളെ തൊട്ടില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നിട്ട് 12-ാം അധ്യായം ഇങ്ങോട്ട് വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് വീണ്ടും ദൈവം അവിടെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഇത് നിങ്ങൾ വീണ്ടും ഇത് തന്നെ എന്ത് ചെയ്യണം? നിങ്ങളിത് ആചരിക്കണം. എല്ലാ വർഷവും നിങ്ങളിത് ആചരിക്കണം. എന്തിനാ? നിങ്ങളുടെ മക്കൾക്ക്, വളർന്നു വരുന്ന മക്കൾക്കൊക്കെ, നിങ്ങളുടെ നെക്സ്റ്റ് തലമുറകൾക്ക് ഇതൊരു അടയാളമായിരിക്കണം. ഇവർ ഇതിനെക്കുറിച്ച് അറിയണം. അപ്പോൾ അതിൻ്റെ പ്രാധാന്യവും കൂടെ ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ രക്തം പുരട്ടുന്ന പരിപാടി എപ്പോഴേ ഉണ്ട്? പഴയ നിയമത്തിൽ ദൈവം തന്നെ അവരെയും കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഇനി ഓർക്കണം, അപ്പോൾ നിങ്ങൾ ചോദിക്കും അത് കുഞ്ഞാടിൻ്റെ രക്തമല്ലേ? അപ്പോൾ ഈ പഴയ നിയമത്തിലെ കുഞ്ഞാടും പുതിയ നിയമത്തിലെ കുഞ്ഞാടും തമ്മിൽ സാമ്യമുണ്ട് അല്ലേ? ഒന്നാണെന്ന് പറയാം. എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ അവർ ശരിക്കും ഒരു കുഞ്ഞാടിനെ തന്നെ, ആട്ടുകൊറ്റനെ തന്നെ എന്ത് ചെയ്യണം? അവിടെ അറക്കണം. അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള നിരപ്പ് പ്രാപിക്കാനൊക്കെ അവരെന്ത് ചെയ്യണം? ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കണം അല്ലേ? അപ്പോൾ അവിടെ ആ കുഞ്ഞാട് പഴയ നിയമത്തിൽ അക്ഷരികമായിട്ടൊരു കുഞ്ഞാടിനെ അവിടെ ബലിയർപ്പിക്കുമ്പോൾ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ കുഞ്ഞാടായിട്ട് മാറിയതാരാണ്? യേശു ക്രിസ്തു. അവിടെ പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ രൂപം കുഞ്ഞാട് പോലെയായിരുന്നോ? അല്ല. പകരം എന്താണ്? ആ പഴയ നിയമത്തിൻ്റെ ഒറിജിനൽ, പഴയ നിയമം നിഴലാണ്, പുതിയ നിയമം പൊരുളാണ്. അപ്പോൾ പൊരുൾ അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി നമ്മളുടെ വെളിപാട് പുസ്തകത്തിനകത്തോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ യേശു ക്രിസ്തുവിന് അറക്കപ്പെട്ട കുഞ്ഞാട് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇത് രണ്ടും കൂടെ കണക്റ്റ് ആകുന്നതാണ്. പക്ഷേ പഴയ നിയമത്തിൽ അക്ഷരികമായിട്ടൊരു കുഞ്ഞാടായിരുന്നു, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു എന്ന കുഞ്ഞാടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ പുതിയ നിയമത്തിലെ യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാടിൻ്റെ രക്തം തളിക്കുന്നത് കൊണ്ടോ, രക്തം പുരട്ടുന്നത് കൊണ്ടോ, രക്തം കൊണ്ട് മുദ്രയിടുന്നത് കൊണ്ടോ എന്താണ്? വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു തെറ്റുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ക്രിസ്ത്യാനികളായ വിശ്വാസികളും നമ്മളിത് ചെയ്യുന്നത് എന്തിനാ അല്ലേ? നമ്മൾ ചെയ്യുന്നത് എന്തിനാ? നമ്മളുടെ ഫെയ്ത്ത്, നമ്മളുടെ വിശ്വാസമാണ് അല്ലേ? പുതിയ നിയമ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. അത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളിത് യേശുക്രിസ്തുവിൻ്റെ രക്തം തളിക്കുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ നെറ്റിയിൽ പുരട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ നമ്മൾ ശരിക്കും രക്തമെടുത്ത് പുരട്ടുവാണോ ചെയ്യുന്നത്? അല്ല, നമ്മുടെ വിശ്വാസത്താൽ അത് കാണുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വെള്ളത്തിനകത്ത് ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും വന്നിട്ടങ്ങ് ഇറങ്ങുവാണ്? അല്ല, നമ്മളത് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വിശ്വാസം അവിടെ വർക്ക് ചെയ്യുകയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇനി നമ്മൾക്കറിയാം, നമ്മുടെ വെളിപാട് പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ മറ്റൊന്ന് കാണാം. അവിടെ എന്താ പറയുക, കുറച്ച് പേരെ ചൂണ്ടിയിട്ട് പറയാം, ഇവർ കുഞ്ഞാടിൻ്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ നിയമത്തിൽ പറയുമല്ലേ, നമ്മൾ പറയും യേശു ക്രിസ്തുവേ അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ എന്ന് പറയും. അപ്പോൾ അവിടെ എന്താ തെറ്റിരിക്കുന്നത്? അവിടെ തെറ്റില്ല, അതൊക്കെ ശരി തന്നെയാണ്. കാരണം വചനത്തിനകത്ത് അത് കിടക്കുകയാണ്. വെളിപാട് പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി പിടിപ്പിച്ചിരിക്കുന്നത്. വെച്ചാൽ അവർ പുറമെ ഇട്ടിരിക്കുന്ന ഉടുപ്പിനെയാണ് പറയുന്നത്, അല്ല, അവരുടെ ശരീരമാകുന്ന ആ ഒരു ശരീരത്തെയാണ് പറയുന്നത്, അവരുടെ മനസ്സിനെ, ശരീരത്തെയാണ് പറയുന്നത് അല്ലേ? അത് മൊത്തം അവർ കഴുകൽ പ്രാപിച്ചു വന്നവരാണ്, ആ പാപം കഴുകി വന്നവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്ന് വെച്ചാൽ ആ പാപം കഴുകിയത് എന്തുകൊണ്ടാണ്? കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്, യേശുക്രിസ്തുവിൻ്റെ രക്തമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ യേശുക്രിസ്തുവെ അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും രക്തം പോയി ഒഴിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അവിടെ എന്താ? നമ്മൾ വിശ്വാസത്താലാണ് പറയുന്നത്. അവിടെ നമ്മുടെ വിശ്വാസമാണ് വർക്കൗട്ട് ആകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ഓക്കെ, ഇനി നമ്മൾക്ക് 1 കൊറിന്ത്യൻസ് അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ പൗലോസ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മളുടെ പെസഹ അല്ലെ, ഇന്നത്തെ നമ്മളുടെ ആ ഒരു കർത്തൃമേശ, അല്ലെങ്കിൽ നമ്മൾ അല്ലെ കർത്തൃമേശ എടുക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ എഴുതിയപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, അപ്പം എന്തിൻ്റെ പ്രതീകമാണ്? യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമാണ്. രക്തം അവിടെ എന്താണ്? അല്ല, മറ്റേ വീഞ്ഞ് എന്താണ്? അത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പ്രതീകമാണ്. അവിടെ എഴുതിയിട്ടുണ്ട്. പുതിയ നിയമം നിങ്ങൾ അതെടുത്ത് വായിക്കണം. ഓക്കെ, അപ്പോൾ 11-ാം അധ്യായം നിങ്ങൾ എടുത്തൊന്ന് വായിക്കണം. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് അത് യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു, രക്തത്തിൻ്റെ ഉടമ്പടിയാകുന്നു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഓർക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അപ്പം എടുത്ത് ഭക്ഷിക്കുന്നു, നമ്മൾ പാനപാത്രത്തിൽ നിന്ന് നമ്മൾ പാനം ചെയ്യുന്നു. അപ്പോഴൊക്കെ നമ്മൾ വെറും ഒരു അപ്പം, ഇത് അവിടെ ആക്ഷരികമായിട്ട് രൂപമാറ്റമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ നമ്മൾ അവിടെ വിശ്വസിക്കുകയാണ്, ഞാൻ കഴിക്കുന്ന അപ്പം എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ, എനിക്ക് വേണ്ടി മുറിയപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു, ഈ ഞാൻ കുടിക്കുന്ന വീഞ്ഞ് എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ രക്തമാകുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ കുടിക്കുന്നത്. നമ്മളുടെ വിശ്വാസം അവിടെ വർക്കാകുന്നത്. അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? എഴുതി വെച്ചിരിക്കുന്നത്
ചിലരെന്ത് ചെയ്യും? ചിലർക്ക് രോഗസൗഖ്യമുണ്ടാകും, ചിലർ മരണപ്പെട്ടു പോകാനായിട്ടൊക്കെ ഇടയാകും. അതുകൊണ്ട് നിങ്ങൾ ശരീരത്തെയും രക്തത്തെയും അപ്പത്തെയും വീഞ്ഞിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ വിവേചിക്കണം, ശരീരത്തെ വിവേചിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ അല്ലേ, നമ്മൾക്കത് എടുക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് നോക്കിയിട്ട് അത് ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? അവിടെ അപ്പവും വീഞ്ഞുമൊക്കെ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയാണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുക. അതവിടെ ആക്ഷരികമായിട്ട് എന്താ പറയുക, രൂപമാറ്റം സംഭവിക്കുന്നില്ല, അങ്ങനെ സംഭവിക്കുന്നില്ല. അത് വചനത്തിൽ നമ്മൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സംഭവിക്കുന്നില്ല. പിന്നെ കത്തോലിക്കരൊക്കെ ചെറിയ ഉടായ്പൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ്, തിരുവോസ്തി വായിലോട്ട് വെക്കുമ്പോൾ രക്തം വരുന്നു, അത് അങ്ങനെയൊന്നുമല്ല, അതൊക്കെ ചുമ്മാ നാക്ക് കടിച്ചിട്ടുണ്ടാകുന്നതാണ്, ഉണ്ടാക്കുന്ന വെറും തട്ടിപ്പുകളാണ്. കാരണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രക്തമായിട്ടും യേശുക്രിസ്തുവിൻ്റെ ആ ഒരു അപ്പത്തെ യേശുക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് നമ്മുടെ അങ്ങ് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വിശ്വാസമാണ് അവിടെ വർക്കൗട്ട് ആകുന്നത്, അല്ലാതെ അത് ആക്ഷരികമായിട്ട് അങ്ങനെ മാറ്റപ്പെടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അത് കുറച്ച് ആൻറ്റിമാരും 1-2 പിള്ളേരൊക്കെ അത് കേട്ടിട്ട് ഇറങ്ങുന്നുള്ളൂ. എന്നാൽ ആണുങ്ങൾക്കാർക്കും അച്ഛന്മാർക്ക് സിസ്റ്റർമാർക്ക് ആർക്കും ഈ ഒരു വിഷയം അവിടെ സംഭവിക്കുന്നില്ല. കാരണം അവർക്ക് വചനം അറിയാം, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഞാൻ നിങ്ങളെ എന്നെ കേൾക്കുന്ന കത്തോലിക്കരായിട്ടുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നിങ്ങളെ കളിയാക്കിയോ നിങ്ങളെ എന്താ പറയുക കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യുമല്ല. ഞാൻ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊന്ന് പൊരുളൊന്ന് തിരിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളത് റോങ് ആയിട്ട് എടുക്കരുത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾക്കറിയാം, പുതിയ നിയമത്തിലോട്ട് മത്തായിയുടെ സുവിശേഷത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 26 അവിടെ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന്. അവിടെ അന്ത്യത്താഴ വേളയിൽ ശിഷ്യന്മാരോട് പറയുക, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ അത് ശരീരമായിട്ടോ രക്തമായിട്ടോ മാറിയോ? ഇല്ല. യേശുക്രിസ്തു താൻ മരണം വരിക്കാൻ പോവുകയാണല്ലേ. അപ്പോൾ അവിടെ അവരോട് പറയുക, അതിൻ്റെ ഓർമ്മയാണ് പിന്നെ നിങ്ങൾ അങ്ങോട്ട് തുടർന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ അപ്പവും ആ വീഞ്ഞും എന്താണ്? അതെൻ്റെ ശരീരവും എൻ്റെ രക്തവുമാണ്. ആ ഒരു വിശ്വാസത്തോടെ ആയിരിക്കണം, ആ ഒരു ഉറപ്പോടെ ആയിരിക്കണം നിങ്ങളിത് ഭക്ഷിക്കുവാൻ എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കർത്താവേ അങ്ങയുടെ തിരു രക്തത്തിൻ്റെ ശക്തി ഇതിന്മേൽ ഇറങ്ങട്ടെ, അങ്ങയുടെ തിരു രക്തമായി ഇത് മാറട്ടെ എന്ന് പറയുമ്പോൾ അവിടെ യേശുക്രിസ്തുവിൻ്റെ രക്തമായി മാറുവല്ല ചെയ്യുന്നത്. ആ ഒരു നമ്മളുടെ വിശ്വാസം അവിടെ വർക്കൗട്ട് ആകുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ തന്നെ വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ തിരു രക്തം തളിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നമ്മുടെ വിശ്വാസമാണ് വർക്കൗട്ട് ആകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പിന്നെ നമ്മൾക്കറിയാം അല്ലേ, നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് കഴുകണമേ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? നമ്മളുടെ വിശ്വാസമാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പിന്നെ ഈ രക്തത്തിൻ്റെ പവർ ഞാൻ പറഞ്ഞു അല്ലേ, എന്താണ്? ആ രക്തം നമ്മളെ കഴുകുന്ന രക്തമാണ്, നമ്മൾക്ക് സംരക്ഷണം തരുന്ന രക്തമാണ്, നമ്മൾക്ക് രോഗസൗഖ്യം തരുന്ന രക്തമാണ്, നമ്മളുടെ ശാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത രക്തമാണ്. ആ രക്തത്തിന് ഭയങ്കര പവറാണ് കേട്ടോ. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് സകല പവറുമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ തൊട്ട് ചെയ്യുന്ന ഒരു കാര്യം എപ്പോഴും യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് എന്നെ മുദ്രയിടുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ മുദ്രയിടുന്നു, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ മുദ്രയിടുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കൊരു ദോഷവും ദൈവം ചെയ്തിട്ടില്ല കേട്ടോ, ഒരു ദോഷവും വരുത്താതെ ദൈവം സംരക്ഷിച്ചു. അതുകൊണ്ട് നിങ്ങൾ ചുമ്മാ അവരും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചുമ്മാ അത് ഏറ്റുപാടരുത്. കാരണം അവരും പറയുന്നതല്ല, വചനം എന്ത് പറയുന്നു ആ വചനവും നമ്മളുടെ വിശ്വാസവുമാണ് വർക്കാകേണ്ടത്. അതാണ് ഒരു ക്രിസ്ത്യാനിയെ നിലനിർത്തുന്നതും ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിങ്ങനെയൊന്നും ചെയ്യുന്നതൊന്നും ഒരു തെറ്റുമല്ല. കാരണം അവിടെ നമ്മളുടെ വിശ്വാസമാണ് ദൈവം കണക്കെടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അതുകൊണ്ട് ഈ രക്തം അടയാളം ഇടുന്നു എന്ന് ഞങ്ങളുടെ വീടിൻ്റെ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ രക്തം തളിക്കുന്നു, അല്ലെങ്കിൽ ആ രക്തം പുരട്ടുന്ന രക്തം അടയാളം ഇടുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, നമ്മുടെ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ അവിടെ ഇറങ്ങുക തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അതുകൊണ്ട് ചുമ്മാ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രക്തം അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നതിനും നമ്മൾ ചെവി കൊടുക്കേണ്ട. അങ്ങനെ പറയുന്നവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നമ്മൾക്ക് വേണ്ടുന്നത് നമ്മളുടെ സംരക്ഷണം നമ്മൾക്ക് വേണം. ആ രക്തത്തിൻ്റെ ആ ഒരു ശക്തി അത് നമ്മൾ ഏറ്റെടുക്കുക തന്നെ വേണം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.